ഹലോ, എല്ലാവർക്കും ലിംസ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ കുറച്ച് പച്ചക്കറി കൃഷി കാണിച്ചു തരാം. ഇത് കോളിഫ്ലവർ ആണ്. ചെറുതിൽ കോളിഫ്ലവറും ക്യാബേജും ഒക്കെ ഒരുപോലെ ഉണ്ടാവും. കുറച്ച് വലുതായതിനു ശേഷം നമുക്കത് ഏതാണെന്ന് തിരിച്ചറിയുള്ളൂ. ഇത് കോളിഫ്ലവർ നീണ്ട ഇലയുള്ളത്. ഇത് ക്യാബേജാണ്. കുറച്ച് വട്ടത്തിലായിരിക്കും ഇതിൻ്റെ ഇല ഉണ്ടാവുന്നത്. ഇത് സുന്ദരി ചീരയും അതുപോലെ മയിൽപ്പീലി ചീരയാണ്. മയിൽപ്പീലി ചീര എന്നാൽ ഡബിൾ ഷെയ്ഡിൽ വരും. അതുപോലെ സുന്ദരി ചീര പറഞ്ഞാൽ റോസ് കളറിലുള്ള തണ്ടും ഇല ലൈറ്റ് ഗ്രീൻ കളറിലുള്ളതും. പിന്നെ ഇത് പാലക് ചീരയാണ്. പാലക് ചീരയൊക്കെ കുറേ കാലം നിലനിൽക്കും. നമുക്ക് പറിച്ചെടുക്കും തോറും അത് നല്ല രീതിയിൽ വളർന്നു വരും. ഇതിന് പച്ചച്ചാണകം മാത്രം കലക്കി ഒഴിച്ചാൽ മതി, നല്ല പോലെ വളരും. ഇത് കണ്ടില്ലേ, ഇത് കറ്റാർ വാഴയാണ്. അത് നിറയെ ചെടികൾ ഉണ്ടായിട്ടുണ്ട്. അടുത്തതായിട്ട് വള്ളി അമരയാണ്. സിൽക്കി അമര എന്നാണ് ഇതിൻ്റെ പേര്. ഡബിൾ ഷെയ്ഡായിട്ടാണ് വരുന്നത്. ഒരു വയലറ്റും അതുപോലെ ഒരു ഗ്രീനും ആയിട്ട് ഇത് നിറയെ ഉണ്ടാവുന്നുണ്ട്. ഈ മഞ്ഞുകാലത്ത് നിറയെ ഉണ്ടാവും. അത് കണ്ടില്ലേ, അപ്പം നിറയെ കായ്ച്ച് നിൽക്കുന്നുണ്ട്, നിറയെ പൂവുമുണ്ട്. ഇത് റാഡിഷാണ്. ഇതും ഒരു വിൻ്റർ സീസണൽ പച്ചക്കറിയാണ്. ഇത് വളരും തോറും ഈ കിഴങ്ങ് പൊങ്ങി മേലോട്ട് വരും. നമുക്കത് പാകമാകുന്നതിനനുസരിച്ച് പറിച്ചെടുക്കാം. ഇതിൻ്റെ ഇലയും നമുക്ക് തോരൻ വയ്ക്കാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. ഇതിനും ചാണകം മാത്രമാണ് ഞാൻ വളമായിട്ട് നൽകുന്നത്. നല്ല രീതിയിൽ വളർന്നു വന്നിട്ടുണ്ട്. ഇത് ക്യാരറ്റാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കൃഷി ചെയ്യുന്നത്. ക്യാരറ്റ് ഉണ്ടാകുമോ എന്ന് നോക്കാം. നല്ല രീതിയിൽ വളർന്നു വന്നിട്ടുണ്ട്. ഇത് മല്ലിയിലയാണ്. നിറയെ വിത്ത് പാകിയതാണ്, പക്ഷേ ഇത്ര മാത്രമേ കിളിച്ച് വന്നിട്ടുള്ളൂ. ഇത് ഞാൻ കുറേ പറിച്ചതാണ്. പിന്നെ പറിക്കും തോറും വീണ്ടും വീണ്ടും വളർന്നു വരുന്നുണ്ട്. സാമ്പാറിലും രസത്തിലിടാനൊക്കെ ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ചീരയാണ് കേട്ടോ. തനിയെ വിത്ത് മുളച്ച് വന്നതാണ്. അപ്പോൾ ഇത് 4 ഇല പരുവാകുമ്പോൾ പറിച്ച് മാറ്റി നട്ടാൽ നല്ല രീതിയിൽ വളരും. ഇത് കൂട്ടത്തോടെ വളർന്നാൽ അത്ര ഹെൽത്തി ആവില്ല. അത് തന്നെ ഇനി പറിച്ച് നടണം. അതല്ല, നിറയെ മുളച്ച് വന്നിട്ടുണ്ട്. ഇത് കുറേ ടൈപ്പ് മുളകുകളും അതുപോലെ തന്നെ വഴുതന തൈകളും നട്ടിട്ടുണ്ട്. ഏത് വെറൈറ്റി ആണെന്നൊന്നും അറിയില്ല, വളർന്ന് വരുമ്പോഴേ അറിയുള്ളൂ. പിന്നെ ഇതാ വെണ്ട, പിന്നെ തക്കാളി, അങ്ങനെ കുറേയൊക്കെ നട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ കുറേ വെറൈറ്റി മുളകുകളും അതുപോലെ തന്നെ വഴുതനയും ഉണ്ട്. ഇത് കാന്താരിയാണ്. അത് കണ്ടില്ലേ, ഇഷ്ടം പോലെ കായ്ച്ച് നിൽക്കുന്നുണ്ട്. ഇങ്ങനെ ആവശ്യത്തിനനുസരിച്ച് ദിവസവും പറിക്കും. പിന്നെ ഇത് തത്തകൾക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അവരും വന്നിട്ട് ഇത് കഴിക്കാറുണ്ട്. കണ്ടില്ലേ, നിറയെ കായ്ക്കുന്നുണ്ട്. പാകമാകുന്നതിനനുസരിച്ച് പറിച്ചു കൊണ്ടിരുന്നാൽ വീണ്ടും വീണ്ടും നിറയെ പൂവുകളുണ്ടായിട്ട് നമുക്ക് നിറയെ മുളക് കിട്ടും. ഇത് 2 ചെടിയാണ് കേട്ടോ. ഈ 2 ചെടിയിലാണ് ഇത്രയും കായകൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ വീട്ടാവശ്യത്തിന് ഇത് ധാരാളമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.